മാർവലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ആയിട്ടുള്ള ഫേസ് 6ൻ്റെ തുടക്കം ഈ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാർവൽ ട്രൈ ചെയ്ത് മൂഞ്ചി പോയിട്ടുള്ള ഒരു ഫിലിം കാറ്റഗറിയാണ് ഫെൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സംഭവത്തിനെ വെച്ചുകൊണ്ട് ഇവർ ഇതിന് മുന്നേ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, 3 വടപടലം മൂഞ്ചിയിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഫേസ് 6ൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു സിനിമയെ വെച്ച് ചെയ്യുമ്പോഴത്തേനും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു വലിയ പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു കേഴ്സ് ഇവിടെയും തുടരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആ ഒരു കേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം, അതായത് മാർവൽ ഫേസ് 6ന് കിട്ടാവുന്ന ഏറ്റവും ഗംഭീര തുടക്കം എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും. വളരെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജ്ഡ് ആക്കി, ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞ, ഒരുപാട് ആക്ഷൻസ് നിറഞ്ഞ, ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഉള്ള, വിഷ്വലി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മാസീവ് പടം. അതായത് 2 മണിക്കൂറിന് താഴെ അവർ എടുത്തു വെക്കാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി നടക്കുന്നത് എർത്ത് 828 നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു എർത്തിലല്ല, പകരം എർത്ത് 828 എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് റെട്രോ മോഡിലുള്ള ഒരു വേൾഡാണത്. അപ്പം ഒരു 90s ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ 1960, 70, 80 കാലഘട്ടമൊക്കെ ഫീൽ ചെയ്യത്തക്ക രീതിക്കുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേക രീതിക്കാണ് ആ ഒരു വേൾഡ് ഉള്ളത്. അപ്പം ആ ഒരു ലോകത്തെ ഫെൻറ്റാസ്റ്റിക് ഫോറിനെയാണ് കാണിച്ചു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ സിനിമകളിൽ കണ്ട പോലെ തന്നെ സ്പേസിലേക്ക് പോയി കുറേ കോസ്മിക് റേസ് ഒക്കെ അടിച്ച് പവേഴ്സ് കിട്ടിയ ഫെൻറ്റാസ്റ്റിക് ഫോർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ സംഭവങ്ങളൊന്നും സിനിമ വീണ്ടും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതിനെയൊക്കെ വളരെ പ്രോപ്പറായിട്ട് പ്രീവിയസ് മൂവീസിലൂടെ കാണിച്ചിട്ടുണ്ട്. ആരാണ് ഫെൻറ്റാസ്റ്റിക് ഫോർ എന്ന് നമുക്കറിയാം. ഇതിൻ്റെ പവേഴ്സിനെ പറ്റി സിനിമയ്ക്കകത്തൂടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തും പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് കാണിച്ച് സിനിമയുടെ പ്ലോട്ടിലേക്ക് വളരെ പെട്ടെന്ന് കയറി. ഈ സിനിമയിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിലൂടെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു എർത്ത് 828 വലിയൊരു ത്രെട്ട് ഉണ്ടാവുകയാണ്. ഗലാക്ടസ് ആ ഒരു വേൾഡ് ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, ആ വേൾഡിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വരികയാണ്. ഈ സമയം ഫെൻറ്റാസ്റ്റിക് ഫോർ എങ്ങനെയാണ് ആ ഒരു ലോകത്തെ രക്ഷിക്കാൻ പോകുന്നതെന്നുള്ളത് വെച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് സിനിമയുടെ ഏറ്റവും ആദ്യം തന്നെ പരിപാടി തുടങ്ങുകയാണ്. പരിപാടി തുടങ്ങി പിന്നൊരു പോക്കാണ്. 2 മണിക്കൂറിന് താഴെ ഇവർ വളരെ ഗംഭീരമായിട്ട് വളരെ പേസിൽ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ എൻജിയർ ഇവൻറ്റിനെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് എവിടെയും ഒരു ബോറടിക്കുകയോ അല്ലെങ്കിൽ ഈ സിനിമ വലിച്ചു നീട്ടുന്ന പോലെ ഒന്നും തോന്നത്തില്ല. വളരെ നൈസായിട്ട് പോകുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു ഫുള്ളി ആക്ഷൻ പാക്ക്ഡ് ആയിട്ടുള്ള തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തി അമ്പോ ഇതെന്താ സംഭവിക്കുന്നത് അങ്ങനൊരു പരിപാടിയല്ല. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഉണ്ട്. അതായത് നമുക്ക് പല ക്യാരക്ടേഴ്സിനോടും അതുപോലെ തന്നെ പല സംഭവങ്ങളോടും ഇമോഷണലി നല്ല അറ്റാച്ച്മെൻറ്റ് തോന്നും. അതായത് നമ്മുടെ റീഡിൻ്റെയും സ്യൂവിൻ്റെയും ക്യാരക്ടറിന് ഒരു കുട്ടി ഉണ്ടാകുന്നുണ്ട് ഈ പടത്തിനകത്ത്. നമ്മൾ ബാക്കിയുള്ള ഫെൻറ്റാസ്റ്റിക് ഫോറിൽ നിന്നും കണ്ടതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാർവലിൻ്റെ കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും എന്തരാണ് സംഭവം. അപ്പം ആ ഒരു കുട്ടിയും കൂടെ വരുമ്പോഴത്തേനും ഈ ഒരു ഫാമിലിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനിടയിലോട്ടാണ് ലോകത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഗലാക്ടസ് വരാൻ നോക്കുന്നത്. അപ്പം ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിണക്കി ഇവരുടെ ഫാമിലി വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോകത്തിൻ്റെ ത്രെട്ട്, ഇതെന്നൊക്കെ പറഞ്ഞ് പടം വളരെ നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വേൾഡിന് ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റൈലും ഭയങ്കര ഗംഭീരമായിരുന്നു. കാരണം ഫെൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന അവരുടെ സ്യൂട്ട് ആയിക്കൊള്ളട്ടെ, ആ ഒരു ലോകത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ബിൽഡിങ്സ് ആയിക്കൊള്ളട്ടെ, എല്ലാ സംഭവങ്ങൾക്കും ഒരു പ്രത്യേക നമ്മൾ ആസ് യൂഷ്വലി കണ്ടുവരുന്നതിനും ഒരു വെറൈറ്റി ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സിനിമ ഒരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈവൻ കുറേ ക്ലീഷേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു സംഭവങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കതൊക്കെ വളരെ നന്നായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗലാക്ടസ്, എൻ്റെ പൊന്ന് മക്കളെ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രോ, പുള്ളിയുടെ ഓറ ഒരു രക്ഷയില്ലായിരുന്നു. ആൻഡ് വളരെ നൈസായിട്ടാണ് ആ ഒരു സംഭവത്തിന് എടുത്ത് വെച്ചിരിക്കുന്നത്. ഗലാക്ടസിന് കൊടുക്കാൻ പറ്റുന്നത്, അതായത് റീസെൻ്റ്ലി മാർവലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു നല്ല വില്ലൻ, ആ ഒരു നല്ല വില്ലനെ 2 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു സമയത്ത് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് തുടക്കം തൊട്ട് ഇവരുടെ ഡയലോഗ്സിലൂടെയും അതുപോലെ തന്നെ പല സീക്വൻസസിലൂടെയും കൊടുത്തിരിക്കുന്ന ഓറയെന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനെയും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയത്, അതായത് ഒരു ചെറിയ കല്ലുകടിയായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സിലെ വിഷ്വൽസും ഫൈറ്റ് സീക്വൻസസും ഒക്കെ വളരെ ഗംഭീരമൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു, അതായത് സ്റ്റോറി വൈസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നത് എനിക്ക് പേഴ്സണലി തോന്നി. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് അതൊരു പെർഫെക്റ്റ് ക്ലൈമാക്സ് തന്നെയായിരിക്കും. ആൻഡ് സിനിമ തീർന്ന് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോൾ വരുന്നു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതുകൊണ്ട് സിനിമയ്ക്കകത്ത് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളുണ്ട്. അതായത് ആദ്യത്തെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേരുകളും അതുപോലെ തന്നെ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേരും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരും ടൈറ്റിലും ഒക്കെ കാണിച്ചതിന് ശേഷം ഒരു സംഭവം വരും. അതൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരും. അത് ആരും മിസ് ചെയ്യരുത്. 1.5 സീനാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, എന്താണ് സംഭവം എന്നൊന്നും പറയുന്നില്ല.
പട്ടയെന്നും പറഞ്ഞ് സംഭവം വന്നിട്ട് പോകും, പക്ഷേ ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്, അതായത് ഫുൾ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. ആ സാധനം ആരും കാണാൻ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒട്ടും റെലവൻ്റ് അല്ലാത്തൊരു സാധനമാണ്. ഒരു ഇതുമില്ല, ഒരു ഗുമ്മുമില്ലാത്ത, ചുമ്മാ എന്താ എല്ലാ പടത്തിനകത്തും വളരെ കോമഡി ആയിട്ട് കാണിക്കുന്ന ഒരു സാധനം. നെക്സ്റ്റ് മൂവീസിലോട്ടുള്ള ഒരു റെഫറൻസും അല്ല. വേണമെന്നുള്ളവർക്ക് ഇരുന്ന് കാണാം, അല്ല എന്നുള്ളവർക്ക് ഇറങ്ങിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സോ നിങ്ങൾ ഫെൻറ്റാസ്റ്റിക് ഫോർ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്ററിൽ നല്ല വിഷ്വൽസ് ഉള്ള, അതായത് ഐമാക്സിൽ തന്നെ പോയിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ശ്രമിക്കുക. കാരണം അങ്ങനെയാണ് ഇവർ ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഇവർ ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള, നമ്മൾ ട്രെയിലറിനൊന്നും കാണാത്ത ഒരുപാട് ഗംഭീര സീക്വൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല പോലെ ഇരുന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല തിയേറ്ററിൽ തന്നെ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ല ബുദ്ധി എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഇതിനിടയ്ക്കൊക്കെ വന്ന് പോകുന്നുണ്ട്. ഈ ഒരു വേൾഡിന് അനുയോജ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും, അതായത് ആ ഒരു റെട്രോ ഫീലിംഗ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതൊക്കെ നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ മാർവൽ ഫാനാണ്, നിങ്ങൾ ഫേസ് 6 വേണ്ടി ഭയങ്കരധികം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് നൽകുന്നത്. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.